ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഹെന്ന പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്. ബീട്രൂട്ടിൻ്റെ പൗഡർ ചിലർ ബീട്രൂട്ട് അരച്ച് അതിൻ്റെ നീരെടുത്ത് ഒഴിക്കാറുണ്ട്. ഞാൻ അതിന് പകരമായിട്ട് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടുന്നത് നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് കലക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കട്ടൻ ചായ നല്ല കടുപ്പത്തിലെടുത്തിട്ടും കലക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് കലക്കി ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാണ് കലക്കിയെടുക്കുന്നത്. കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തലയിൽ തേക്കുമ്പോൾ അത് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മളത് നന്നായിട്ട് കലക്കി ഓവർനൈറ്റ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഹലോ, അപ്പോൾ നമ്മളുടെ ഹെന്ന എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഇന്നലെ പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് തലയിലിടുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തലയിലിടുന്നതിന് മുന്നേ ഒരു മുട്ടയും കൂടെ അതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ആണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വെള്ളം കുറവാണ്, പിന്നെ തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇന്നലെ വെള്ളമാണ് ഉപയോഗിച്ചത്. വെള്ളത്തിന് പകരം നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടും ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യാം. തലയിലെ കെട്ടൊക്കെ വെളുത്തി കഴിഞ്ഞിട്ട് നടുക്കുന്നൊരു വകച്ചിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നടുക്കുന്നൊരു വകച്ചിലിട്ടിട്ട് ഈ നടു പോർഷനിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം, പിന്നെ കൈ വെച്ച് ചെയ്യാം. പക്ഷെ എനിക്ക് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അത്രയും കറക്റ്റായിട്ട് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ആക്കാനും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഹെൽപ്പറായിട്ട് കുഞ്ഞാറ്റ ഉണ്ടെന്ന് ഇവിടെ. അവൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അവളുടെ മേക്കപ്പും സാധനങ്ങളും. പിന്നെ ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു അധികം നല്ലതല്ലാത്തൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ മേത്തൊക്കെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ പോർഷനിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ചുറ്റി വയ്ക്കുക. ചുറ്റി വെച്ച് പിന്നെ സൈഡിൽ നിന്നൊരു തിന്നായിട്ടൊരു ലെയർ എടുക്കാം. നമ്മളെപ്പോഴും ചെറിയ പോർഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ മുടിയുമേയും ഇതാവാനായിട്ട് അത് ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻ്റെ മുടിക്ക് നീട്ടമുണ്ട്, പക്ഷേ തിക്നെസ് കുറച്ച് കുറവാണ്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറേ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഹെയർ ലോസ് 2-3 മാസം കൊണ്ട് ഹെയർ ലോസ് ഉണ്ടായി. പക്ഷെ ആ പോയ മുടി തിരിച്ചു വരാൻ വർഷങ്ങളാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കൊച്ചിന് 5 വയസ്സായി, എന്നിട്ടും മുടി ഫുള്ളായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ സൈഡിലൊക്കെ ഇപ്പോഴും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മുടിയൊക്കെ. ഞാനിതിപ്പോൾ വാഷ്റൂമിൽ നിന്നാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ തറ മൊത്തം ചീത്തയാവും ചെയ്യുന്ന സമയത്ത്. മുറ്റത്ത് പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പും വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. അത് കാരണം കൊണ്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെറിയ പോർഷൻസ് ഓരോന്നും എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഇത് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഓവർനൈറ്റ് അത് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു പാത്രത്തിലാണ് അത് കലക്കി വെച്ചേക്കുന്നത്. പിന്നെ ആ ഹെന്നയുടെ പൗഡറിലാണെങ്കിലും അതിൽ നെല്ലിക്കയുടെ പൗഡർ ഉണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുടിയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് നേറ്റലിൻ്റെ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരുപാട് കൊഴിഞ്ഞു പോയായിരുന്നു. അതാണെങ്കിൽ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ നെറ്റിയാണ് ഒരുപാട് കയറിപ്പോയത്. നെറ്റിയിലെ മുടിയൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെയാണെങ്കിൽ എൻ്റെ എൻഡിനാണെങ്കിലും ഇപ്പോഴും ആ തിക്നെസ് അങ്ങ് വന്നിട്ടില്ല. മുകളിൽ നിന്ന് വളർന്നിറങ്ങി വരുന്നത് കൊണ്ട് എൻഡിലെ തിക്നെസ് ഇതുവരെ എത്തിയിട്ടില്ല. ഞാനൊരു 2 വർഷം മുന്നേ ഷോൾഡറിൻ്റെ തൊട്ട് താഴെ വെച്ച് മുടി മുറിച്ചതാണ്. എന്നിട്ടും വീണ്ടും മുടി കൊഴിച്ചിൽ ഇപ്പോഴും ഉണ്ട്.
പക്ഷെ അത്രയും സിവിയർ അല്ലെന്നുള്ളൂ, മുന്നത്തെ അത്രയും സിവിയർ അല്ലെന്നുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കൊഴിച്ചിൽ കുറയ്ക്കാൻ. പക്ഷെ പെട്ടെന്ന് വളർന്ന് നീട്ടം വയ്ക്കും. എന്നാൽ തിക്നെസ് കൂടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് വൺസ് ഹെയർ ലോസ് വന്നു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് തരാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം നമുക്ക് ഈ പുറകിലൊക്കെ ശരിക്കും ആയിട്ടുണ്ടോയെന്നൊന്നും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനാണ് ഈ കണ്ണാടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് ക്യാമറയിലല്ലാണ്ട് നോക്കുന്നോണം കാണാൻ പറ്റുന്നത്. അങ്ങനെ അവസാനം ഇതെല്ലാം ചെയ്ത് തീർത്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാക്സിമം പുറകെ എല്ലാം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കാണുമ്പോൾ നമ്മുടെ വില്ല് സിനിമയിൽ വടിവേല് തല കെട്ടി വെച്ചാൽ എനിക്ക് തോന്നണം. പക്ഷേ ഇനിയിപ്പോൾ ഇത് ഒരു 2 മണിക്കൂറത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. ഡ്രസ്സിനൊക്കെ കുറച്ചായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് വൃത്തികേടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മക്കൾ വന്നിട്ട് ക്രിസ്മസ് ട്രീ വെക്കണ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു നവംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഡിസംബർ ഒരു 2nd വീക്ക് ആയല്ലോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ വർഷം മേടിച്ച ട്രീ ഞങ്ങളെടുത്ത് വെച്ചിരുന്നതാണ് ക്രിസ്മസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ. ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീ ആണ്. അപ്പോൾ അതുമ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ആ ട്രീമേ തന്നെ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അതിൻ്റെ 3 സെക്ഷനായിട്ട് അവർ തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷനും ആ കമ്പിയിൽ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാണ് ചെയ്യണത്. നമുക്കിവിടെ ഒറിജിനൽ ട്രീയും വാങ്ങിക്കാൻ കിട്ടും. ഒറിജിനൽ ട്രീ വാങ്ങിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പൈസ കുറവാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ട്രീയുടെ ഇലയ്ക്ക് ഇതിൻ്റെ ഇല കണ്ടറിയാൻ പറ്റും, അത്യാവശ്യം നല്ല ഷാർപ്പാണ്. അപ്പോൾ ഒറിജിനൽ ട്രീയുടെ ഇല കുറച്ച് ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ വീഴുമല്ലോ. അപ്പോൾ കൊഴിഞ്ഞ് വീണ് കഴിയുമ്പോൾ അത് കാലിൽ അങ്ങനെയൊക്കെ കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും, മുറിവുണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ പിള്ളേരൊക്കെ ചെരുപ്പിടാതില്ല വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഇല പൊഴിഞ്ഞ് വീഴുമ്പോൾ അത് വളരെ അപകടം ഉണ്ടാക്കണ ഞങ്ങളെപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ട്രീ ആണ് വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ ആ 3 സെക്ഷനും ഒന്നിച്ച് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാ ബ്രാഞ്ചും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അതിനൊന്ന് വിടർത്തി എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ ലൈറ്റിൻ്റെ കണക്ഷൻ 3ആയിട്ട് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കണക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇതേപോലെ തന്നെ വാങ്ങിച്ചു വെച്ച കുറേ ക്രിസ്മസിൻ്റെ ഈ ട്രീയിലിടുന്ന ഓർണമെൻറ്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പിള്ളേരും ഹസ്ബൻഡൊക്കെ കൂടെ അത് ചെയ്തെടുക്കണം. ഞാനിത് തലയിൽ പുരട്ടി വെച്ചാരണം കൊണ്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ മാത്രമേ നിന്നുള്ളൂ, അത് കണക്ട് ചെയ്യാനായിട്ട് പോയില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ കണക്ട് ചെയ്ത് അവസാനം ട്രീ എല്ലാം സെറ്റാക്കി ലൈറ്റൊക്കെ ഓണാക്കി എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു പോയി. 2 മണിക്കൂർ എടുത്തില്ല, അതിന് മുന്നേ പോയി കുളിച്ചു. അപ്പോൾ എൻ്റെ കുറച്ച് സ്ഥലമൊക്കെ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ ഞാൻ പറഞ്ഞോണം കുറച്ച് വെള്ളമുടി വീണ്ടും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ബാക്കിൽ കറക്റ്റായിട്ട് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ നമ്മുടെ വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇടാനൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ട് മറന്നുപോയി മുടിയുടെ.